ഇന്നൊരു ബ്രോക്കർ വന്നായിരുന്നു. ഒരു 1.5 കോടി രൂപയൊക്കെ തരാൻ പാർട്ടി റെഡിയാണ്. 4-5 സെന്റല്ലേ ഉള്ളു. അവർ പഴയ കെട്ടിടം അവരിത് ഇടിച്ചു പൊളിച്ച് കളയും. സാറാടെ എനെക്കുറിച്ചോട് സംസാരിക്കേ. അവള് സമ്മതിച്ചാലും അമ്മ സമ്മതിക്കത്തില്ലെന്നേ. അമ്മയുടെ പേരിലല്ലേ പ്രോപ്പർട്ടി. അത് നേരാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് ഡയനയുടെ പപ്പ ഇതും വിറ്റ് തൊലച്ചാനെ. മുങ്ങിത്താടിന്റെ ബോട്ടിൽപ്പെട്ട പോലാണ് മമ്മേമോള് ഇപ്പൊ. ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാൻ വേറെന്താണ് വഴി? ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചോണി ചായ തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും മമ്മയും കുട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറി. ഈ കച്ചവടം നടന്ന എന്റെ കുറച്ച് ബാധകളൊക്കെ തീർന്നു കിട്ടുമായിരുന്നു. ഓ അപ്പൊ അതാണ്. അല്ലാതെ മമ്മയോടുള്ള സിമ്പതി അല്ല. സ്വന്തം കാര്യം. അത് പച്ചക്ക് എന്നിട്ട് എന്താണ് ഇടങ്ങേറി. സാറാ ഫ്രിഡ്ജും തുറക്കാൻ 2 പെഗ് മതി. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിൽ ചെട്ടിയിലെ വാറിൽ പഠിക്കാൻ സാറിന് കാശ് ശീലായി. സാറിന് വിളിക്കട്ടെ? വേണ്ട. തുടങ്ങാമേ? വേണ്ടാന്നേ. അതെങ്ങ ഇതെന്താണ് സാറേ? എന്നാ ഒന്ന് പരിച്ചു തോന്നോ? ഇതും അടിച്ചേച്ച് ലില്ലിക്കുട്ടീനെ അടിച്ചു തന്നാ സംഗതി. അത് മാതാവേന്ദ്രം കാടാണ്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ ഐഷു, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെത്തിയോ? ആണോ? ആഹാ, എന്തേലും കഴിച്ചോ? ഇല്ല മോളെ. ഇത് കഴിച്ചോ. അമ്മക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായിക്ക്? ഇല്ലെന്നേ, ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു. ഒന്നുമില്ല, ആ ജോലി മടുത്തു. തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാ. ഐഷൂസ് വ്ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ? എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ. അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു. ആവശ്യത്തിന് കാശ് നാട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട്. അത് നന്നായി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാലോ. തീർച്ചയായും. നിന്റെ വിശേഷങ്ങൾ പറ. കുറേ ഉണ്ട്, അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ വിളിക്കാം നിന്നെ. ഗുഡ് നൈറ്റ്. ലേറ്റ് ആയോ? പിന്നല്ലാതെ എന്നാത്തിനാ നക്കാപ്പിച്ച കാശ് നീ പണിക്ക് പോകുന്നത്? വീട്ടിലിരുന്ന പോരെ? ഇത്തരം വർത്താനം വേണ്ട വിവേകെ, ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ. ഓ വിട്ടു. ഞാൻ ഫുഡ് കൊടുത്തേച്ചും അമ്മ കഴിച്ചില്ല. നീ വരട്ടെന്ന്. അതെന്താ വിവേക് ഫുഡ് വന്നിട്ട് മമ്മ കഴിക്കാനേ? ഓ, അയാൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ജോണച്ചായ ഉണ്ടായിരുന്നു ഇവിടെ. നിനക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു. ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്നും അമ്മയോട് ചോദിച്ചു. മമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മമ്മയുടെ അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ? അപ്പോഴാണോ ഇവക തമാശ? മമ്മ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചു. വേണ്ട, ഞാനത് അപ്പോഴേ വിട്ട്. ഇത് മമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, ചിക്കൻ സൂപ്പ്. അതെങ്കിലും കഴിക്കാൻ പറയാം മമ്മയോട്. തരട്ടെ മമ്മ? നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഒരുമിച്ച് കഴിക്കാം. മമ്മ കഴിക്കും. എനിക്കൊന്നും വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. അതെങ്ങനെയാ ശരിയാവുന്നേ? ഡാനിക്കും കൂടി വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി. കുളിച്ച് ഫ്രഷായി നല്ല കിടുവായി വന്നേ. ആഹാരം നമുക്കൊന്ന് ഒരുമിച്ച് കഴിക്കാം. വിവേക് കഴിച്ചോ? ഞാനിത് മമ്മയ്ക്ക് കൊടുക്കട്ടെ. ശരി വിവേക്. സോറി മമ്മ. എനിക്ക് അവളുടെ പ്രസൻസ് ഒട്ടും പിടിക്കുന്നില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാ മമ്മ? എങ്ങനെയാ ഞാൻ അയാളോട് പറയാ? മമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഷൂട്ടിംഗ്? എന്ത് ഷൂട്ട്? ആസ് യൂഷ്വൽ, ഒരു ഡയലോഗ്. ശരി സാർ, യെസ് സാർ, അത്ര തന്നെ.
മാറിയോ? ഇത് കൂടി നിനക്ക് വേണ്ടി ഒഴിച്ച. എനിക്കൊന്നും വേണ്ട. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ യേശു. ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പോൾ സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേടുകൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി ഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതിനെ കുറിച്ച് ആള് വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി. തുറന്നിട്ടേക്കണല്ലേ? വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ. ഫാനൊന്നും വേണ്ട. ആ മോളെ, 6 മാസത്തെ അഡ്വാൻസ്, 10,000 രൂപ വാടക പുള്ളി സമ്മതിച്ച്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചോട്ട് ചോദിച്ചു. അല്ല, ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാമെന്ന്. എത്ര തരും? 15 പറയാം, മൂപ്പര് തരും. ഞാൻ മമ്മയോട് ചോദിക്കട്ടെ. എനിക്ക് എന്നാ കഴിക്കാനുണ്ട്? ഹേയ് ഞാൻ ഉണ്ടായിക്കോളാം. അതെന്നാ ഞാൻ ഉണ്ടാക്കിയാ കഴിക്കൂലേ? ഹേയ് അതുകൊണ്ടല്ല, ഉണ്ടായിക്കോ. ഇത് കഴിയട്ടെ. ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ. മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇടയ്ക്ക് ഞാനും അയാളും വീട്ടിൽ ഒറ്റയ്ക്കാവും. ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിരുന്നു, ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാലോ, സൂപ്പർ. ഓഫീസിലേക്കാണോ? അതെ. മമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ. പോരുന്നോ? എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല. ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണവും. ക്രൈസിസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും. പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാൾ അമ്മയെ നോക്കി, അയാളുടെ അമ്മയെ പോലെ തന്നെ. അത് പക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു. തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാ. പക്ഷെ ഞാൻ കേട്ടില്ല. ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ. മദ്യം കഴിക്കില്ല, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐഷു. ചിലപ്പോൾ ഭയങ്കര സ്നേഹം, അത് റിയൽ ആണോ അഭിനയാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും.
പെർവേർട്ടഡ് സെക്ഷൽ മേനിയ. അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ. വൈഫിൻ്റെ അടുത്തും അയാളിങ്ങനെ ആവോ? അതറിയില്ല. ആയിരിക്കും. നിനക്ക് അറിഞ്ഞൂടെ, ഇതൊരു തരം അസുഖ. പാർട്ട്ണറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ. വെറുതെ എന്തിനാ സഹിക്കുന്നത്? അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക്? ഞാൻ ആലോചിക്കാറുണ്ട്. മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതും കൂടെ താങ്ങാൻ പറ്റില്ല പാവത്തിന്. ഞാൻ മോളുടെ പ്രോഗ്രാംസ് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇവള് കാണിച്ചു തരും. ആണോ? മമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറെ പാട്ട് കേൾക്കും, പിന്നെ യൂട്യൂബും OTT മൂവീസൊക്കെ. ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ മാമ, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ. എപ്പോ എത്തും പുള്ളിക്കാരൻ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും. നീ എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ? ഒരു 5000. നാളെ മമ്മയുടെ മരുന്ന് വാങ്ങിക്കണം. നല്ല വിലയാ. ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നേനെ. എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി. ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ. ഒരു വര വരച്ചു, ഒരു കുത്തിട്ടു. ഐ ഫോർ ഐസ്ക്രീം. ഗുഡ്. ഓക്കേടാ, അപ്പൊ ശരി. എടി മോളെ, ഇതിന്റെ അച്ഛൻ അവിടെ നിൽക്കാൻ പറയണേ. ഇന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. ഇന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ. മേടിക്കുമെന്നറിയില്ല. എനിക്കെങ്ങും വേണ്ട. ഓ എന്നതാ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരി. എനിക്കൊന്നും വിശ്വാസമില്ല. അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത പോലെ. അച്ഛന്റെ പെൻഷൻ വാങ്ങാം. അച്ഛൻ കൊണ്ടുവന്ന പ്രസാദം വാങ്ങാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ആയാമേ. നീ എന്റെ ഇത് മേടിക്കും കേട്ടോ. പെൻഷനേ എന്റെ അവകാശമാ. അത് ഞാൻ വാങ്ങിക്കും. അതുപോലാണോ ഇത്? വെഡിങ് ആനിവേഴ്സറി കരുതിനായിട്ടാ ഞാൻ ആചരിക്കാൻ പോകുന്നത്. അത് ശരി. എടി അച്ഛൻ ചായ എടുക്ക്. വേണ്ട മോളെ, ഞാൻ കുടിച്ചതാ. ഇന്നത്തെ പേപ്പറല്ലേ ഇത്? അച്ഛൻ ഇന്ന് ഇവിടുന്നുണ്ടാവേ. പൈലപ്പൻ ചേട്ടനെ വിളിച്ചോ? സച്ചിയോടും ഗായത്രിയോടും ഞാൻ വരാൻ പറയാം. നിന്റെ അമ്മായിമ്മ വെച്ച് വിളമ്പി തരുമെങ്കിൽ ഞാൻ ഉണ്ണാം. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം വെച്ചുണ്ടാക്കി. അതിനിവിടെ ആരുടെയും മോചാരം വേണ്ട. നീ സിതാരം മോളെ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ നിന്നുണ്ടാ. നിന്റെ അമ്മ വരുമെങ്കിൽ അവളെ കൂട്ടിക്കോ. സഖാവേ പോയാലോ? ഞാനൊക്കെ വരികയില്ല. എടാ എന്നാ നിങ്ങൾ അവിടെ നിന്ന് പോയി ഞാൻ കുറച്ച് പായസം തന്നു വിടാം. അത് ചിലപ്പോ കുടിക്കുമായിരിക്കും. അച്ഛമ്മ അതേ കറുത്ത തുണി എന്നാത്തിനാ? കരിങ്ങോടി കെട്ടാൻ അച്ഛമ്മ പറഞ്ഞില്ലേ? ഈശ്വര, ഇതും തുടങ്ങിയോ? ഇത് മരുന്നിനടി പുതിയ ഐറ്റം. എന്തോന്ന് പുതിയ ഐറ്റം? കണ്ണി കണ്ട ലേഹമൊക്കെ വലിച്ചു വരെ തിന്നുന്നതും പോരാഞ്ഞിട്ടാന്നോ? എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ. ഇതിന്റെ എഫക്റ്റ് നീ കണ്ടോടി? എനിക്കൊന്നും കാണണ്ട, കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഓ ഇലിക്കല്ലേ വിവേകേട്ടൻ വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഞാൻ എന്നാ ഡ്രാഗുളയാ? അല്ലേ? വിവേകേട്ടാ, എനിക്ക് മതിയായി ഈ പരിപാടി. 5-6 കൊല്ലായി. എനിക്കിത് സഹിക്കാൻ വയ്യ. ദേഹം മുഴുവൻ നീറ്റലാ. ഇത് ഒരു തരം മാനസിക രോഗ. ഇതിന് ചികിത്സിക്കാ വേണ്ടത്. അത് പറഞ്ഞ് കേൾക്കത്തില്ലല്ലോ. നീ എന്നെ മാനസിക രോഗിയാക്കി അല്ലേ? ഞാൻ മാനസിക രോഗി ഉള്ളതാ. ഇത് പിന്നെ വേറെ എന്നാ? എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ അങ്ങനെ പലതും ചെയ്യും. ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാളാ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തുവോ. ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം. നമ്മൾ കാണുന്നതല്ലേ. അയാൾ എങ്ങനെയെങ്കിലും ഉരുപ്പോരും. പിന്നെ എത്ര കാലം വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരിതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും.
ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്നാ നടക്കും. പക്ഷേ അവര് സമ്മതിക്കുമോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം. നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല. നമുക്ക് ആഞ്ഞു ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഇല്ല. എന്താ അവരുടെ പേര്? സിത്താര. ഹലോ, എന്നാ? ഞങ്ങളൊരു യാത്ര പോവാ. ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും എൻ്റെ ഫ്രണ്ട് ആയിഷയും. എവിടോട്ടാ? അത് പറയണ്ട. എന്നെ ഇനി വിളിക്കണ്ട. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഞാനിവിടെ തട്ടിക്കൊണ്ടുപോകാന്ന് പേടിക്കണ്ട. നമ്മൾ തമ്മിൽ വലിയ പരിചയമില്ല. സാരമില്ല. ഈ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ മിസ്റ്റർ വിവേകാനന്ദൻ, ബൈ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? എനിക്കാകെ ടെൻഷൻ. ഇന്ന് ടെൻഷൻ ആവണ്ട. നാളെ രാവിലെ വരെ റിലാക്സ് ചെയ്യും. ടുമോറോ വിൽ ബിഗിൻ ആ ബാറ്റിൽ. വാ, ഇറങ്ങ്. വാ. ഇരിക്ക്. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാ. പാർട്ട്ണറായിട്ട് ചെറിയൊരു പിണക്കം. ഇതവളുടെ പപ്പയും അമ്മയാ. സർ, ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ വീട്ടിൽ എല്ലായിടത്തും CCTV അല്ലേ. ഇവിടെ ആകുമ്പോൾ വി വിൽ ഫീൽ മോർ ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. ഇരിക്കേ. ഞാൻ പോരാ. എല്ലാ ചീപ്പ് നമ്പറും ഉണ്ട് കയ്യിൽ. എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു ബീർ എടുക്കട്ടെ? ചിൽഡ് ബീർ. സാറ് കഴിച്ചോ? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കില്ല. ഇത് ദിവ്യക്ക് വേണ്ടിട്ടാ. ഒരു ബീറൊക്കെ ആവാം. ഞാനൊരു ഗംഭീര കുക്കാരന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. ഇന്നെന്തായാലും ദിവ്യയുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. എന്റെ ഒരു സന്തോഷത്തിനെ. അയ്യോ, എനിക്ക് പോകണം. നേരമില്ല. എപ്പോഴും തിരക്കാണല്ലോ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി. ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം. അതാണ് പ്ലാൻ. പിന്നെ അവസ ഞാൻ പോട്ടെ.